അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, നാം നമ്മുടെ ജീവിതത്തിൽ പല വിഷയങ്ങളിൽ നാം ഭയക്കുന്നവരാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ട ഒരു ഭയമാണ് നമ്മുടെ മരണമെന്നുള്ളത്. എങ്ങനെ മരണപ്പെട്ടു പോകും? ഈമാന് കിട്ടിയിട്ടാണ് ഞാൻ മരണപ്പെട്ടു പോവുക. അല്ലാതെ മരണപ്പെടുന്ന സമയത്ത് എൻ്റെ ഈമാൻ ഊരിക്കളയുമോ എന്നുള്ള ഒരു ഭയം നമുക്ക് ഏത് സമയത്തും ഉണ്ടായിരിക്കണം. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ, അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങൾ, അതേ എല്ലാവരും ഭയപ്പെട്ടത് അതാണ്. ഒന്ന് നല്ല ഹുസ്നുൽ ഖാത്തിമ, നല്ലൊരു മരണമായിരിക്കണം നമ്മുടെ മരണമെന്ന് എല്ലാവരും കൊതിച്ചതാണ്. കാരണം ആർക്കും പറയാൻ പറ്റില്ല എത്രമാത്രം ഇബാദത്ത് ചെയ്തവരും, എത്രമാത്രം ഖുർആൻ ഓതിയവരും, എത്രമാത്രം അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്തവരും, അതേ അവസാനം മരണപ്പെടുന്ന സമയത്ത് ഇബ്ലീസ് അവനെ എങ്ങനെങ്കിലും ഈമാൻ ഊരിക്കളയാൻ വേണ്ടി അവനിലാകുന്ന എല്ലാ പ്രയത്നങ്ങളും അതേ ഇബ്ലീസ് അവർ ചെയ്തിരിക്കും. പലപ്പോഴും ഇബ്ലീസ് ആ വിഷയത്തിൽ വിജയിച്ചിട്ടുണ്ട്. എത്രയോ ആൾക്കാരെ അവൻ ഈമാൻ ഊരിക്കളഞ്ഞിട്ടുണ്ട്. കാരണം ഇബ്ലീസ് നമ്മുടെ ജീവിതം മൊത്തം അവൻ നമ്മെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിൽ നിന്ന് തിരിക്കാനല്ലേ അവൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും അവസാനമായി അതേ അള്ളാഹു പൊരുത്തപ്പെടാത്ത ഒരു ആളാകണം ഈ മനുഷ്യനെന്ന് പറഞ്ഞ് അവനിലാകുന്ന എല്ലാ ശക്തികൾ ഉപയോഗിച്ച് ആ മരണപ്പെടുന്ന സമയത്ത്, ഒരു മുഅ്മിൻ മരണപ്പെടുന്ന സമയത്ത് എല്ലാ വിധത്തിലും അവൻ പ്രയത്നിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്കുണ്ടാകേണ്ട കാവൽ, നമുക്കുണ്ടാകേണ്ട ആ ഈമാൻ അത് ചെറുതൊന്നുമല്ല. ആ സമയത്ത് രക്ഷപ്പെടുക എന്ന് പറയുന്നത് അത് വലിയൊരു രക്ഷപ്പെടൽ തന്നെയാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നു, ഒരു മുഅ്മിൻ നല്ല നിലയ്ക്ക് ഈമാനോടു കൂടെ മരണപ്പെട്ടു പോയാൽ അദ്ദേഹത്തിൻ്റെ റൂഹ് റഹ്മത്തിൻ്റെ മലായികീങ്ങൾ ആകാശത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെയുള്ള മലായികീങ്ങളൊക്കെയും അത്ഭുതത്തോടു കൂടെ നോൽക്കുകയാണ്. കാരണം ഇയാൾ എങ്ങനെ രക്ഷപ്പെട്ടു? ഒരു നിലക്കും രക്ഷപ്പെടാൻ സാധ്യതയില്ലല്ലോ. എങ്ങനെ രക്ഷപ്പെട്ടു? ഇബ്ലീസിൻ്റെ കെണിയിൽ നിന്ന് ഇയാൾ ഈമാന് കിട്ടി എങ്ങനെ രക്ഷപ്പെട്ടുവെന്ന് മലായികീങ്ങൾ പോലും അതിശയപ്പെടുന്നൊരു അവസ്ഥയാണ് മരണമെന്നുള്ളത്. നാം ചിന്തിച്ചതുപോലെ അത്രമാത്രം സുലഭമായ വിഷയമൊന്നുമല്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മുഴുവനും എന്നും പേടിക്കേണ്ടത്, ഭയപ്പെടേണ്ടത്, അല്ലാഹുവിനോട് എന്നും ചോദിക്കേണ്ട ചോദ്യം, റബ്ബേ ഈമാന നൽകി എന്നെ നീ മരിപ്പിക്കണേ എന്നുള്ളതാണ്. അവസാനമായി സൂഉൽ ഖാത്തിമയായി, ചീത്തയായി മരണപ്പെടാൻ പല കാരണങ്ങളും ഇമാമിങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ചില തെറ്റുകളായിരിക്കാം അവസാനം ചീത്തയായി പോകാൻ കാരണം. ബഹുമാനപ്പെട്ട ഇബ്നു റജബ് റളിയല്ലാഹു അൻഹു അതുമായി ബന്ധപ്പെട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കാണാം. വഇന്ന ഖാതിമത്തുസ്സൂഇ തകൂന സബബി തസ്ഈസത്തിൻ ബാത്തിനത്തിൻ ലിൽ അബ്ദി ലാ യത്ലിഉ അലൈഹി നാസ്. അതേ ഒരു അടിമ അവിടെ നിന്ന് ഈമാനില്ലാതെ സൂഉൽ ഖാത്തിമത്തായി മരണപ്പെടാനുള്ള കാരണം അതേ അവൻ്റെ ജീവിതത്തിൽ, രഹസ്യ ജീവിതത്തിൽ ആരും അറിയാതെ അവൻ ചെയ്ത തെറ്റുകളാണെന്ന് ഓർക്കണമെന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വളരെ ഗൗരവത്തോടു കൂടെ മനസ്സ് തട്ടി കേൾക്കേണ്ട ഒരു ഉപദേശമാണ്. ചിലപ്പോൾ ആൾക്കാരെ മുമ്പിൽ ഞാനൊരു നല്ലവനാണ്, നല്ല ഇബാദത്തുകാരനാണ്, നല്ല ഖുർആൻ ഓതുകാരനാണ്, കാണുമ്പോഴേക്ക് ഞാനൊരു അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു തഖ്വയുള്ള അടിമ ആയി എന്ന് ആൾക്കാരൊക്കെയും എന്നെക്കുറിച്ച് ചിന്തിച്ച് എന്ന് വരാം. പക്ഷേ എൻ്റെ രഹസ്യ ജീവിതമാണെങ്കിലോ, ആരും അറിയാത്ത ജീവിതമാണെങ്കിലോ എത്രയോ തെറ്റുകൾ, എത്രയോ ഹറാമിയത്തുകൾ, അല്ലാഹു പൊരുത്തപ്പെടാത്ത പല ചിന്തകളും, പല പ്രവൃത്തികളും, പല നോട്ടങ്ങളും, പല ഹറാമിയത്തുകളുമാണ് എൻ്റെ രഹസ്യ ജീവിതത്തിൽ. അതേ അങ്ങനെയാണ് ഒരാളുടെ ജീവിതമെങ്കിൽ അതിൻ്റെ ഭവിഷ്യത അവസാനം മരണപ്പെടുന്ന സമയത്ത് സൂഉൽ ഖാത്തിമത്തായി, ചീത്തയായി മരണപ്പെട്ടു പോകുമെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു റജബ് റളിയല്ലാഹു അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ ഗൗരവത്തോടുകൂടെ, വളരെ ചിന്തയോടുകൂടെ നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അതേ
അള്ളാഹു നമുക്ക് സൂഉൽ ഖാത്തിമത്ത് നൽകിയാൽ പിന്നെ നാം നഷ്ടപ്പെട്ടില്ലേ? അതിനേക്കാൾ ഖേദകരമായ ഒരു വിഷയം മറ്റൊന്നുണ്ടോ? അപ്പോൾ വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ സൂഉൽ ഖാത്തിമത്തിനിക്ക് കാരണമാകുന്നത് നമ്മുടെ രഹസ്യ ജീവിതത്തിലെ, ആരും അറിയാത്തൊരു ജീവിതത്തിൽ അതേ നമ്മുടെ തെറ്റുകളാണ്, നാം ചെയ്യുന്ന ഹറാമിയത്തുകളാണ്. അതിൽ നിന്ന് വിട്ടു നിന്നിട്ടില്ലെങ്കിൽ, അത് നിത്യമായി അള്ളാഹു പൊരുത്തപ്പെടാത്തൊരു ജീവിതമാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതം, നമ്മുടെ മരണം അവസാനം ചീത്തയായി പോകും. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് നമ്മുടെ രഹസ്യ ജീവിതം പരസ്യ ജീവിതത്തിനേക്കാൾ ഭംഗിയാകണം. ആൾക്കാർ നമ്മളെക്കുറിച്ച് നല്ലവനാണെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ഉപകാരം കിട്ടുന്നില്ല, അതുകൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല. റബ്ബാണ് നമ്മളെക്കുറിച്ച് ഇത് എൻ്റെ അടിമയാണ്, ഇവൻ ഞാൻ ഇഷ്ടപ്പെട്ട അടിമയാണെന്ന് റബ്ബ് നമ്മെ സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിച്ചാൽ അതേ അവസാനം മരണപ്പെടുന്ന സമയത്ത് ഇബ്ലീസ് എത്ര പ്രയത്നിച്ചാലും എത്ര കഷ്ടപ്പെട്ടാലും ഒരു നിലക്കും അള്ളാഹു നമ്മെ വിട്ടുകൊടുക്കൂല. അവൻ്റെ വലയിൽ അള്ളാഹു നമ്മെ കൊടുക്കൂല. അങ്ങനൊരു നല്ലൊരു സന്ദർഭം, നല്ലൊരു മരണം വേണമെങ്കിൽ അതേ നമ്മുടെ രഹസ്യ ജീവിതം അള്ളാഹുവിന് വേണ്ടി തിരിയണം, അള്ളാഹുവിന് വേണ്ടി ആകണം. ഹറാം മുക്തമായ ഒരു രഹസ്യ ജീവിതം ആയിക്കിട്ടണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനൊരു ജീവിതം തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.